ഹലോ. ഇന്ന് നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലാട്ടോ ചെയ്യുന്നത്. നമുക്ക് ആരോടെങ്കിലുമുള്ള നന്ദിയോ, കടപ്പാടോ അതൊക്കെ എഴുതി ജേർണലാക്കി സൂക്ഷിച്ചിരിക്കുന്നതിനാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്ന് പറയുന്നത് ട്ടോ. ഇതൊരു വിന്റേജ് തീമിൽ ചെയ്തെടുക്കാന്നാട്ടോ വിചാരിക്കുന്നത്. അതാവുമ്പോ കുറച്ച് ബ്രൗൺ പേപ്പറും പിന്നെ കുറച്ച് ആക്രിലിക് സാധനങ്ങൾ മാത്രം മതി. ഈ ഓഫ് വൈറ്റ് പേപ്പർ ഒരു ഹോട്ടലിൽ നിന്ന് കിട്ടിയ ടിഷ്യൂ പേപ്പർ ട്ടോ. പക്ഷേ ഇത് നോർമൽ ടിഷ്യൂ പേപ്പർ പോലെയല്ല. ഇതിന്റെ ടെക്സ്ചർ അടിപൊളിയായിട്ടുണ്ട്. നല്ല ഹാർഡാണ്. സോ ഞാൻ കുറച്ചെണ്ണം അടിച്ചു മാറ്റി എടുത്തിരുന്നത് കേട്ടോ. പിന്നെ ഈ ബ്രൗൺ പേപ്പർ ഞാൻ സൊമാറ്റോന്ന് ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ കിട്ടിയതാണ്. പിന്നെ ഈ പിക്ചർ ഞാൻ വരച്ചതാട്ടോ. ഇതൊരു ഓഷ്യൻ തീമിൽ വരച്ചതാണ്. പക്ഷെ അത്രയും പെർഫെക്റ്റ് ആയിട്ടൊന്നും വന്നില്ല. ചെറുതായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട്. എനിക്ക് കടൽത്തീരത്ത് ഇരിക്കാനും കടൽ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പാലക്കാട് കടലും കടൽത്തീരവും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എപ്പോഴെങ്കിലും തൃശ്ശൂർ പോകുമ്പോഴോ പൊന്നാനിയിൽ പോകുമ്പോഴൊക്കെ കടൽ കാണാൻ പോകാറുണ്ട്. സോ അതിന്റെ ഒരു ഗ്രേറ്റ്ഫുൾനെസ്സിന് ഞാൻ ഈ പിക്ചറും കൂടെ ഇതിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തിനോടൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടോ അതൊക്കെ ഇതുപോലെ പോയിന്റ് വൈസ് ആയിട്ട് ഒന്ന് എഴുതി കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് ബ്ലാങ്ക് സ്പേസ് ഉള്ള പോലെ തോന്നി. അപ്പൊ അവിടെ ഇതുപോലെ കുറച്ച് പിക്ചേഴ്സ് ഒക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെയും എനിക്ക് എന്തൊക്കെയോ ഒരു കുറവ് തോന്നിയപ്പം ഒരു പേപ്പറിൽ ഹാർട്ട് ഷേപ്പ് വരച്ച് അതും കൂടി ഒട്ടിച്ചു കൊടുത്തു ട്ടോ. ഈ കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടി ഇല്ലാണ്ടൊക്കെ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെയാണ് ട്ടോ. ഇപ്പൊ ഈ വരച്ചു കൊടുക്കുന്ന സംഭവം എന്തിനാ വരച്ചതെന്ന് പോലും എനിക്കറിയില്ല. അവസാനം 4, 5 ഡോട്ട്സ് ഇട്ട് കൊടുത്ത് ഞാനിവിടെ എന്റെ കുത്തിവരെ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട്. ആ ഫ്ലവറിന്റെ പോർഷൻ ഈ തീമിനോട് മാച്ച് ആവാത്ത പോലെ തോന്നി. സോ അതെടുത്ത് മാറ്റുന്നുണ്ട്. അപ്പം നമ്മുടെ ജേർണലിംഗ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ട്ടോ.